നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ PK സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു. സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജെയിൻ സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് നടപടി സ്വീകരിച്ചത്. അന്വേഷണത്തിനിടെയാണ് സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചത്. അന്വേഷണം തുടരുകയാണെന്നും മറ്റു നടപടികൾ അതിന്റെ മുറയ്ക്ക് നടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 12 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തത്. റോഡരികിൽ നിയമവിരുദ്ധമായ രീതിയിൽ സ്ഥാപിച്ച ഫ്ലെക്സുകളുമായി ബന്ധപ്പെട്ട കേസിലെ കോടതി സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് സൈബർ അധിക്ഷേപമുണ്ടായത്. PK സുരേഷ് കുമാർ അടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജെയിൻ സിംഗ് നൽകിയ പരാതിയിലുള്ളത്. പാതയോരത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണമുണ്ടായത്. അപകീർത്തിപ്പെടുത്തൽ, കലാപമുണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. അസിസ്റ്റന്റ് കമ്മീഷണർ MK മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ ചുമതല നൽകിയത്. പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്തുമെന്ന് ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി.